ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള അപ്പം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും നമ്മുടെ ഓട്ടടാന്നും ചിലർ ഉത്തപ്പം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി നമ്മളിതാ പച്ചരി നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി വെച്ചാട്ടോ. അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അതായത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്താട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയതുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മുറി തേങ്ങ ഇതിലേക്ക് നമ്മൾ ചിരവിയത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചോറുണ്ടാവുമല്ലോ വേവിച്ച് വെച്ചിന്, ആ ചോറ് തലേന്നത്തെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് അടിച്ചെടുക്കുക കേട്ടോ. തലേന്നത്തെ അല്ല, അന്ന് വെച്ച ചോറ് രാത്രി വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അടിച്ച് കൊടുത്ത് വെക്കുന്ന കേട്ടോ. പിന്നെ നമ്മളിതാ ഇതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഈ ബാറ്റർ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, ഇത് രാവിലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. രാവിലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലാണ്ട് വലിയ പ്രത്യേകിച്ച് എന്താ പറയുക, തലേന്ന് ഉണ്ടാക്കി വെക്കണം അങ്ങനത്തെ ഒരു ഫോമിങ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മാവൊന്നുമല്ല. നമുക്ക് എപ്പോഴാണോ ഫുഡ് ഉണ്ടാക്കണം തോന്നുന്നത് അന്നേരം ഒരു 10 മിനിറ്റ് മുമ്പ് അടിച്ചുണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഒന്നും കൂടി ലൂസാക്കാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ മൺചട്ടിയിൽ തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം മൺചട്ടി നന്നായിട്ട് ചൂടായി വരണം. അതിന് ശേഷം ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ചാൽ അപ്പം തന്നെ ബബിൾസ് വരാനുള്ള പാകത്തിന് ചൂടാണ് കേട്ടോ. എന്താ വെച്ചാൽ ബബിൾസ് വരികയാണെങ്കിൽ ആ ഒരു ഉള്ളിൽ കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ പെട്ടെന്ന് ബബിൾസ് വന്നിട്ട് ഫ്രണ്ടിൽ മുകൾ ഭാഗത്തൊക്കെ ബബിൾസ് കൊണ്ടൊന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ചട്ടി ഏകദേശം ചൂടായിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ഉള്ളൊക്കെ എല്ലാ ഭാഗവും നല്ലോണം വെന്ത് വരും. അപ്പോൾ തന്നെ നമ്മൾ ഈ ബബിൾസൊക്കെ മുകളിൽ വന്നെന്ന് കണ്ടാൽ വേഗം അടച്ച് വെക്കുക. ഒന്ന് ജസ്റ്റ് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ചാൽ ഇതുപോലെ ആ ബബിൾസൊക്കെ പൊട്ടി ഒരു ഹോള് പോലെ ആയിട്ട് അതിൽ കൂടെ കാവി പറക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതുപോലെ മോൾ ഭാഗം ഒരു ഭാഗം പൊന്തി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടട ഇതുപോലെ ചൂടോടുകൂടി മാറ്റി വെക്കട്ടെ പാത്രത്തിലേക്ക്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിയിൽ ഇതുപോലെ ഉണ്ടാവും. ചില ഭാഗം തീരെ കരിയില്ല, ചിലപ്പോൾ നന്നായിട്ട് കരിഞ്ഞു. പക്ഷെ നമ്മൾ നന്നായിട്ട് കരിയുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ രണ്ടാമത് ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത്, പക്ഷേ തുടച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം വെച്ചാൽ കൂടുതൽ കരിഞ്ഞു പോകാൻ കാരണം നമ്മൾ ആദ്യം ചുട്ടതിൻ്റെ പീസസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുടുങ്ങിയിട്ട് രണ്ടാമത് നമ്മൾ ഒഴിക്കുന്ന മാവിൽ പറ്റിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ അത്രയും നല്ല കേട്ടോ. ഇതൊരു മീഡിയം പാകത്തിന് ചട്ടിൻ്റെ ഒരു മൂട്ടിലേക്ക് മാത്രമായിട്ട് ഒഴിക്കുക. നമ്മൾ ഒരു പാകത്തിനുള്ള പത്തിരിൻ്റെ ഒരു അളവിലേ ഒഴിക്കുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തേക്കുക. അങ്ങനെ നമ്മൾ ഓട്ടടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടിപൊളി ഓട്ടട റെഡി ആക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പ് ഇതിലേക്ക് നല്ലതാണ് ഇതുപോലെ ചട്നിക്കറി, തേങ്ങ അരച്ച കറി, അതുപോലെ എല്ലാ കറികളും പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.